അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിൻ ശക്തിയാ. അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിൻ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നാം പറഞ്ഞായിരുന്നു, തെയോഫിലോസേൻ തുടങ്ങുന്ന ലൂക്കോസ് തന്നെ, ലൂക്കോസ് സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ ലൂക്കോസ് തന്നെയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ, യേശു തിരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരാണ് നമ്മൾ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ഇന്ന് വായിക്കുന്ന രണ്ടാം വാക്യം മുതൽ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? പിതാവിനോട് കേട്ട ഒരു വാഗ്ദത്തം. അത് യേശു കർത്താവ് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്ത് ചെയ്യണം? പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താണ് ആ വാഗ്ദത്തം? പരിശുദ്ധാത്മാവ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ
ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. ക്രിസ്തീയ ജീവിതം ജയകരമായി നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദിനംതോറും നമുക്ക് ആവശ്യമാണ്. ഇവിടെ യേശു കർത്താവ് അതാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാൻ പറഞ്ഞു, ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 10:44 നാം വായിക്കുമ്പോൾ ആ ഭാഗത്ത് ജാതികൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതും സ്നാനമേൽക്കുന്നതുമാണ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസും കൂടെ വന്ന പരിച്ഛേദനക്കായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകരുന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുന്നു തന്നെ, വചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ ജനത്തിന് മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ വചനം മനസ്സിലാക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ലുദിയായുടെ ഹൃദയം തുറന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. അപ്പോൾ തന്നെ ഈ ഭാഗത്ത് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ വരുന്ന ആ വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പിതാവിനോട് ചെയ്ത വാഗ്ദത്തം, അതിനായി കാത്തിരിക്കാനാണ് ഇവിടെ കർത്താവ്. എന്നിട്ട് പറയാം, നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിൽ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പറയാം, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്? അത് യേശുവാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയെങ്കിലേ ഈ ഭൂമിയിൽ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നാണ്. പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളുടെ മേൽ വന്ന് ശക്തിയാൽ നിറച്ച്, അഭിഷേകത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നതുപോലെ കരം പിടിച്ച് വഴി നടത്തി അവരെ ജയകരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ചില നിമിഷങ്ങൾ ഓരോ ദിനവും നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കാം. ചാർജ് ആവാം. മൊബൈൽ ചാർജ് പോയാൽ പിന്നെ ആ മൊബൈലിൽ ഗുണമില്ല. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ചാർജ്, ഒരു അഭിഷേകം ഓരോ വിശ്വാസിക്കും, ഓരോ ശുശ്രൂഷകർക്കും ഉണ്ടാകും. നമുക്ക് ദൈവസന്നിധിയിൽ പലപ്പോഴും ഇരിക്കാം, കർത്താവിൽ നിന്ന് പ്രാപിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇനി വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിന് സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ സ്നാനം ഇന്നുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.
രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകമിറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകമിറങ്ങി, സുവിശേഷത്തിൻ്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അധികാരത്തോടെ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.